എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ അതായത് കൗൺസിലിംഗ് നാളെ മുതൽ നടക്കും. അതായത് ജൂൺ 16-ാം തീയതി മുതൽ നടക്കും. നിലവിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ഇന്ന് അതായത് ജൂൺ 15-ന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൗൺസിലിംഗിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എത്ര പൈസയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്, അത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എടുക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് IHRD ക്യാപ്പ് കോളേജുകളിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2026-27 എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ലാറ്ററൽ എൻട്രി പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ നിലവിൽ നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ടില്ലെങ്കിൽ ചെക്ക് യുവർ റാങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് നോക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് കൊടുത്ത് കിട്ടുന്നില്ലെങ്കിൽ, ഇതിൽ വേറെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത ശേഷം പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നാളെ മുതൽ നടക്കുന്ന കൗൺസിലിംഗിൽ പങ്കെടുക്കണമെങ്കിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണം. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ഇന്ന് രാത്രിയോടെ പിന്നീട് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക. പിന്നീട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാതെ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം, ഫീസൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളവിടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലെ കൗൺസിലിംഗിലാണോ പങ്കെടുക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരും അതുപോലെ വയനാടും ജില്ലകളാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആ ഒരു കൗൺസിലിംഗിന് വേണ്ടി ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് അത് എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നു. ഇനി ഇതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. നോഡൽ പോളിടെക്നിക് കോളേജ് എന്നുള്ളത് അടുത്തത് ഞാൻ കണ്ണൂർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഇതേ സ്റ്റെപ്പിന് ആപ്ലിക്കേഷൻ നമ്പർ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നോഡൽ പോളിടെക്നിക് കോളേജ് അടുത്തതായിട്ട് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വയനാട് ജില്ലയിലെ ആ ഒരു കോളേജ് അതായത് പോളിടെക്നിക് കോളേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് താല്പര്യമുള്ള നോഡൽ പോളിടെക്നിക് കോളേജിൽ ഈ ഒരു രീതിയിൽ ഞാൻ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ടത് രജിസ്റ്റർ ചെയ്യുന്നു. ഇനി ഇതിന് ശേഷം ബാക്ക് ബട്ടൺ അടിച്ച ശേഷം കൗൺസിലിംഗ് ഞാൻ ഇപ്പോൾ 3 പോളിടെക്നിക് കോളേജിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തു. ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് വെച്ച് കൗൺസിലിംഗിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻറ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജുകളാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് അടുത്ത പോളിടെക്നിക് കോളേജ് ഏതാണോ കൊടുത്തത് അടുത്ത പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. എന്നിട്ട് വേണം ഓക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതത് ആ ഒരു പോളിടെക്നിക് കോളേജുകളുടെ കൗൺസിലിംഗിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിംഗിൻ്റെ ഷെഡ്യൂൾ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിലവിൽ തിരുവനന്തപുരം അതുപോലെ തന്നെ തിരുവനന്തപുരം കണ്ണൂർ എന്നീ ജില്ലകളിലെ ആ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂളാണ് നിലവിൽ വരാതെ ഉള്ളത്. ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലകളിലെ നോഡൽ പോളിടെക്നിക് കോളേജിലേക്കാണോ നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജുകൾക്ക് നേരെയുള്ള ഈ ഒരു ആരോ സിമ്പിൾ കാണാൻ പറ്റും. അതായത് ഇതേപോലെ നിങ്ങൾക്ക് ഒരു ആരോ സിമ്പിൾ താഴേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സിമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നീല കളറിൽ കാണാം. അപ്പോൾ നിങ്ങൾ അതിന് നേരെയുള്ള അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയും അതുപോലെ തന്നെ തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പോളിടെക്നിക് കോളേജിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മീനങ്ങാടിയുടെ ആ ഒരു
പോളിടെക്നിക് കോളേജിൻ്റെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഇത് വയനാട് ജില്ലയാണ്. അപ്പോൾ ഒരു വയനാട് ജില്ലയുടെ ലാറ്ററൽ എൻട്രി കൗൺസിലിംഗ് 2026 വയനാട് ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മീനങ്ങാടി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. വയനാട് ജില്ലയിലെ മീനങ്ങാടി, മേപ്പാടി, മാനന്തവാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ 2ാം വർഷ ക്ലാസ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുള്ള പ്രവേശന കൗൺസിലിംഗ് ജൂൺ 17 ബുധനാഴ്ച മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്നു. ITI KGCE വിഭാഗത്തിൽ വയനാട് ജില്ലയിലെ പ്രവേശനത്തിന് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ അപേക്ഷകരും രാവിലെ 9 മണി മുതൽ 9:30 വരെയും +2 VHSC വിഭാഗത്തിൽ കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ അപേക്ഷകരും 10:30 മണി മുതൽ 11 മണി വരെ മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഹാജരായി സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്ത് രക്ഷിതാവിനോടൊപ്പം കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി അടുത്തതായിട്ട് ഇതേപോലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ചില കൗൺസിലിംഗ് ഷെഡ്യൂളിലൊക്കെ ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പോളിടെക്നിക് കോളേജിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്, ഇതിൽ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ITI അതുപോലെ KGCE വിഭാഗത്തിൽപ്പെട്ട വയനാട് ജില്ലയിലുള്ളവർ, അത് വയനാട് ജില്ലയല്ല, വയനാട് ജില്ലയിലെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തവർ ഒരു രാവിലെ 9 മണി മുതൽ 9 വരെയും, അതുപോലെ നിങ്ങൾ +2 VHSC വിഭാഗത്തിലെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത ഏതൊരു വിദ്യാർത്ഥി, അതിപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രാമതായിട്ടാലും വയനാട് ജില്ലയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീനങ്ങാടി പോളിടെക്നിക് കോളേജിൽ രാവിലെ 10:30 മുതൽ 11 മണി വരെയും നിങ്ങളൊരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നിങ്ങളുടെ രക്ഷിതാവിനോടൊപ്പം നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. ഇനി SSLC അതുപോലെ +2 VHSC ITI KGCE സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒന്നാമത്തേത് വേണ്ടത്, ഒന്ന് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഇനി +2 അല്ലെങ്കിൽ VHSC നിങ്ങൾ ഏതാണോ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് അത്, അതുപോലെ നിങ്ങൾ ഇപ്പോൾ ITI അതുപോലെ തന്നെ KGCE വിഭാഗം വിദ്യാർത്ഥികൾ അതാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അടുത്തത് നിങ്ങളുടെ TC അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ ജാതി സംവരണ സർട്ടിഫിക്കറ്റ്. ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും പറയുന്നത്. അതുപോലെ മറ്റ് സംവരണങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്തവർ പൂർണ്ണമായും പൂരിപ്പിച്ച പ്രോക്സി ഫോമും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹാജരാക്കേണ്ടതാണ്. പ്രവേശനം ലഭിക്കുന്ന പട്ടികജാതി പട്ടികവർഗ അപേക്ഷകർ കോഷൻ ഡെപ്പോസിറ്റായിട്ട് 1000 രൂപയും 1,00,000 താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർ ഫീസും കോഷൻ ഡെപ്പോസിറ്റുമായി 11,000 രൂപയും 1,00,000 മുകളിൽ കുടുംബ വാർഷിക വരുമാനമുള്ളവർ 14,400 രൂപയും UPI, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എക്സെട്ര മുഖേന ഓഫീസിൽ അടക്കേണ്ടതാണ്. ഇതുകൂടാതെ PTA ഫണ്ടായിട്ട് 3,000 രൂപ പണമായും അടക്കേണ്ടതാണ്. 2 ജോഡി യൂണിഫോം തുണിക്ക് ഏകദേശം 2,000 രൂപയും കരുതേണ്ടതാണ്. അതുപോലെ SSLC +2 അല്ലെങ്കിൽ VHSC അതല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റുകളുടെ ഒരു സെറ്റ് ഫോട്ടോ കോപ്പി എല്ലാ അപേക്ഷകരും കൊണ്ടുവരേണ്ടതാണ്. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 12 എണ്ണം വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ITIയുടെ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ ITIകളുടെ നോക്കാം. അപ്പോൾ ചില ITIകൾ ഇതേപോലെയാണ്. ITIയിലുള്ള അതായത് പോളിടെക്നിക് കോളേജുകൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ചില പോളിടെക്നിക് കോളേജ് ഇതേപോലെയാണ് കൊടുത്തിട്ടുണ്ടാവുക. കൗൺസിലിംഗ് സമയം തീയതിയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ കൊടുത്ത എലിജിബിലിറ്റി എന്താണെന്നാണ്. നിങ്ങളുടെ +2 ആണോ അല്ലെങ്കിൽ VHSC ആണോ അല്ല ITI യോഗ്യത വെച്ചിട്ടാണോ KGCE യോഗ്യത വെച്ചാണോ കൊടുത്തത്, അതിനനുസരിച്ച് അതിൻ്റെ യോഗ്യത നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങളുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ച് ഏത് ദിവസമാണ് കൗൺസിലിംഗ് നടക്കുന്നത്, അതുപോലെ തന്നെ അതിൽ എത്ര റാങ്ക് മുതൽ എത്ര റാങ്ക് വരെ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും എന്നാണോ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് 1 മുതൽ 3000 വരെയുള്ള റാങ്കുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രാവിലെ 8:30 മുതൽ 9:30 വരെ റാങ്ക് 1 മുതൽ 3000 വരെയുള്ളവരും, അതുപോലെ തന്നെ ഉച്ചക്കല്ല രാവിലെ 11 മണി മുതൽ 11:30 വരെ റാങ്ക് 3001 മുതൽ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏത് ടൈമിലാണ് പോവേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഒന്ന് നിങ്ങൾ അതായത് ITI അതുപോലെ തന്നെ KGCE അതല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHSC എന്നിവയിൽ നിങ്ങളുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ചുള്ള എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ ITI KGCE +2 VHSC എന്നിവയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് അത് റിസൾട്ടിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രധാനമായിട്ടും നിർബന്ധമായിട്ടുള്ളത് ഒന്ന് TCയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾ +2 പഠിച്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും. അപ്പോൾ അത് ഉള്ളവർ അത് എടുക്കുക. ഇനിയിപ്പോൾ സാധാരണ അഡ്മിഷന് നിങ്ങൾക്ക് TCയും സ്വഭാവ സർട്ടിഫിക്കറ്റ് മറ്റെന്തും ഇല്ലെങ്കിലും
നിങ്ങൾക്ക് നിങ്ങളുടെ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിഭാഗത്തിൽ അതായത് ഫീസ് കുറവുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീ ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്ക് എത്ര ലക്ഷത്തിനുള്ളിലാണ് നിങ്ങളുടെ വരുമാനം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ലക്ഷത്തിന് താഴെയാണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകം സർട്ടിഫിക്കറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേക കോട്ടയോ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കണം. അതുപോലെ നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ വേളയിൽ എല്ലാ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഫീസ് വരുന്നത് ഗവൺമെൻറ് കോളേജാണെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് PTA ഫണ്ട് ഉൾപ്പെടെ 18,250 രൂപയും അതിൻ്റെ കൂടെ യൂണിഫോം ഫീസായിട്ട് 2,000 രൂപയും ഏകദേശം ഒരു 20,000 രൂപക്കടുത്ത് ഫീസ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. അത് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അതിൽ 3,850 രൂപ അതായത് ഏകദേശം യൂണിഫോമിൻ്റെ പൈസയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ PTA ഫണ്ട് നിങ്ങൾ പൈസ ആയിട്ട് കൊടുക്കണം. അതായത് ഏകദേശം ഒരു 6,000 രൂപക്കടുത്ത് നിങ്ങൾ ഈ അഡ്മിഷൻ ടൈമിൽ പൈസ ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. ബാക്കി പൈസ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇൻകം ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എടുക്കുക. കാരണം നിങ്ങൾക്ക് 1,000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഫീസ് വരത്തുള്ളൂ. അപ്പോൾ ഇൻകം ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയാം, കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയാൻ കാരണം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീ ആനുകൂല്യം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിലേക്കായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഫീസ് കൂടി എടുക്കേണ്ടതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഗവൺമെൻറ് കോളേജിലെ ഫീസാണ്. നിങ്ങൾക്ക് എയ്ഡഡിലാണെങ്കിലും ഈ ഒരു ഫീസ് തന്നെയാണ് വരിക. അതായത് ഏകദേശം ഒരു 20,000 രൂപക്കുള്ളിൽ മാത്രമേ യൂണിഫോം എന്നിവയുടെയൊക്കെ ഫീസൊക്കെ ടോട്ടലായിട്ട് വരത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് IHRD ക്യാപ്പ് അതുപോലുള്ള കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു 25,000 രൂപക്കടുത്ത് 26,000 രൂപക്കടുത്ത് ഫീസ് വരും. അത് നിങ്ങൾ അതിൽ 6,000 രൂപ പൈസയായിട്ടും ബാക്കി പൈസ വിദ്യാർത്ഥികൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm അങ്ങനെ ഓൺലൈനായിട്ടാണ് അടക്കേണ്ടതായിട്ട് വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 35,000 രൂപക്കടുത്താണ് ഫീസ് വരിക. അതിൽ 5,000 രൂപ വിദ്യാർത്ഥികൾ 6,000 രൂപ പൈസയായിട്ടും ബാക്കി പൈസ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖേനയാണ് അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഇനി ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഷെഡ്യൂൾ അനുസരിച്ച് നോക്കിയിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. ആ ഒരു ടൈമിങ്ങിൽ തന്നെ പോകണം. അപ്പോൾ ആ ഒരു ടൈമിൽ പോയി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.